ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് 2014 ഒരു സീനൊക്കെ വെച്ചിട്ടാണ്. ലോവും ഒരുപാട് ടെക്സ്റ്റ് ഒക്കെ ആയിട്ട് ഷെന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒന്നിച്ച് പഠിക്കുവാനായിട്ടായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ അവർ എല്ലാ സബ്ജക്റ്റിലും ഒരുപോലെ തന്നെ മോശമൊക്കെ ആയതുകൊണ്ട് ഏത് സബ്ജക്ട് വേണമെന്ന് നീ തന്നെ സെലക്ട് ചെയ്തോ എന്നൊക്കെ ആയിരുന്നു ലോവും ഷെന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോളേജ് എൻട്രൻസ് എക്സാമിനുള്ള ദിവസമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നൊക്കെ പഠിക്കുന്നു. പിന്നീട് റിസൾട്ട് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ലോന്റെ മാർക്കൊക്കെ വെച്ചിട്ട് ലോന് സിംഗ് എന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ഷെന്നും പറയുന്നുണ്ട്. പക്ഷെ അവനും ആ ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഷെൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പോകുന്നത് സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് ആയിരുന്നു. അതായത് നേരത്തെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിംഗ് എന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ തന്നെ കയറുവാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും ഷെന്നുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഷെൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മാർക്കൊക്കെ കൂടിയവരെ മാത്രമേ ഫസ്റ്റ് ബാച്ചിൽ എടുക്കുകയുള്ളൂ. സോ സെക്കൻഡ് ബാച്ചിലൊക്കെ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളുടെ അതേ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിൽക്കാമല്ലോ എന്നായിരുന്നു ലൂവും ആഗ്രഹിച്ചത്. പക്ഷെ ഷെന്നിന്റെ അടുത്തുനിന്നും അവൻ ഈ ഒരു കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഷെന്നും ഇതെല്ലാം തന്നെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീ പഴയതുപോലെ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയാൽ മതിയെന്നും ഇപ്പോൾ എന്റെ അതേ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരികയാണെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് നഷ്ടമൊക്കെ ഉണ്ടാവുക എന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്കപ്പ് ആകുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും തനിക്ക് റിസ്ക് എടുക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തതെന്നൊക്കെ ആയിരുന്നു ലൂവും പറഞ്ഞത്. അത് ഷെന്നിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്കപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജിയോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷെന്നും ആര് പറഞ്ഞിട്ടാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതെന്നൊക്കെ ജിയോട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇങ്ങനൊരു ചോദ്യമൊക്കെ നിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഒന്നും തന്നെ എനിക്കില്ലേ എന്നൊക്കെ ജിയോ തിരിച്ച് ഷെന്നിന്റെ അടുത്തും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പരസ്പരം എക്സ്പ്ലെയിൻ ചെയ്യാം. നിനക്കും ചോദ്യങ്ങൾ നേരിടുവാനുള്ള പേടിയൊന്നുമില്ലെങ്കിൽ നമുക്കും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാലോ എന്നൊക്കെ ലൂവും ചോദിക്കുകയാണ്. നമ്മൾ ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ വീണ്ടും നിന്നെ സ്നേഹിക്കുവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എനിക്ക് ഗസ്റ്റിനെയൊക്കെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് നീയാണ്. ഞാൻ ആ കാട്ടിലൊക്കെ അകപ്പെട്ടു പോയപ്പോൾ എന്നെ രക്ഷിച്ചതും നീയാണ്. അങ്ങനെ വീണ്ടും നിന്നോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഞാനും യാഥാർത്ഥ്യം എന്തെന്നൊക്കെ മനസ്സിലാക്കിയത്. നമ്മൾ വീണ്ടും വീണ്ടും അടുക്കുവാനായിട്ട് തുടങ്ങുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മളും രണ്ട് രീതിക്ക് വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും ചിന്താഗതിയും സ്വഭാവവും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ഒരേ ലോകത്ത് നിന്നും പോലുമല്ല ചിന്തിക്കുന്നതെന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന ലൂവും നമ്മൾ രണ്ടുപേരും രണ്ട് ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി പോകുന്നു. പിറ്റേ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഷെന്നും ലൂ വാതിലൊക്കെ തുറക്കുന്നുണ്ടോ എന്നൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ലൂവിനെ പുറത്തേക്ക് കാണുവാനായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് സൂവും ക്വിനും കൂടി ചേർന്നിട്ട് അവളെ കാണുവാനായിട്ടൊക്കെ എത്തുന്നത്. ഇന്നലെ നീയും ലൂവും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ വഴക്കുണ്ടാക്കിയെന്നൊക്കെ ഞാൻ കേട്ടല്ലോ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ അവരും അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും പ്രൊഡ്യൂസർ എന്ന രീതിക്ക് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഗസ്റ്റുകളുടെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അന്ന് എന്റെ ജോലി അതായിരുന്നു എന്ന രീതിക്കാണ് ഞാൻ പെരുമാറിയതെങ്കിൽ പോലും ഇപ്പോൾ ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് പബ്ലിക്കിന് മുമ്പിൽ നമ്മുടെ ഏറ്റവും വിഷമം നിറഞ്ഞ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ ഞാനും മനസ്സിലാക്കിയത്. നിങ്ങളും എനിക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തത്. അങ്ങനെ ഇരിക്കെ നിങ്ങളും ഇതുപോലത്തെ പല എക്സ്പീരിയൻസും ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളും അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത്. നീ കാരണമല്ലേ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് എനിക്കും എന്റെ സൗന്ദര്യമൊക്കെ ലോകത്തിലുള്ള എല്ലാവരെയും കാണിക്കുവാനായിട്ട് സാധിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ കാരണമാണ് ഈ ഒരു ഷോയിലൊക്കെ എനിക്ക് വരുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാനും എന്റെ സ്കൂളിലെ കൃഷ്ണയൊക്കെ കട്ടുമുട്ടിയത്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ക്വിന്നും അവളോട് പറയുന്നു. ഞാൻ ഈ ഒരു ഷോ വഴി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ തെളിയിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കും പുതിയൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആവുകയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സൂവും ഷെന്നിനെ സമാധാനിപ്പിക്കുന്നു. ടീമും ഇപ്പോൾ ഷൂട്ട് ചെയ്ത എല്ലാ ദൃശ്യങ്ങളും സൂവിനും കാണിച്ചു കൊടുക്കുന്നു. എന്താണ് നടന്നതെന്നൊക്കെ നീ കണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കെ ലൂ ഇനി പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രോഗ്രാമിന് പങ്കെടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാക്കുന്നതായിരിക്കും. ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ബഹളം കൂട്ടിയിട്ട് എന്ത് സംഭവിക്കുമെന്ന് പോലും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ബോസ് വിഷമിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഷൻ പറഞ്ഞാൽ പോലും ലൂ കേൾക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലാണോ ലൂ കേൾക്കുക ആ ഒരു വ്യക്തിനെ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് ലൂവിന്റെ അമ്മേനെയാണ്. അമ്മേനെ കണ്ട് കഴിയുമ്പോൾ തന്നെ ലൂ ഒരു ക്ലയന്റിനെ കാണുവാനായിട്ട് പോയതാണെന്നും അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പറഞ്ഞയക്കുവാനായിട്ടൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്.
പക്ഷെ അവൻ എവിടെയാണുള്ളതെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലോവും ഉറക്കമായിരുന്നു. നീ ഷെനിന്റെ അടുത്ത് മര്യാദയ്ക്കൊക്കെ പെരുമാറിയിട്ട് അവളുടെ മനസ്സ് മാറ്റുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ അവളുമായിട്ട് പിണങ്ങിയിട്ട് അവളെ വിഷമിപ്പിച്ചിട്ട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. മര്യാദയ്ക്ക് പോയി പ്രോഗ്രാമൊക്കെ കംപ്ലീറ്റ് ആക്കുന്നതായിരുന്നു അമ്മയും ലൂവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലൂവും എനിക്ക് കുറച്ചുകൂടി സമയമൊക്കെ നൽകണമെന്ന് അമ്മയോട് പറയുമ്പോഴത്തേക്കും പണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സീക്രട്ട് ആയിട്ടൊക്കെ ഡേറ്റ് ചെയ്ത സമയത്ത് ഞാൻ അതൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അറിഞ്ഞില്ല എന്നൊക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു ചെയ്തത്. അതെനിക്ക് ഷെന്നിനെ അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ മര്യാദയ്ക്ക് ഷെന്നിന്റെ അടുത്ത് പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞു എന്ന് അമ്മ പറയുമ്പോഴത്തേക്കും ഞാൻ എന്തിനാണ് അവളുടെ അടുത്തേക്ക് ക്ഷമ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലൂവും വീണ്ടും കിടക്കുന്നു. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണം അവളുടെ അടുത്ത് നിന്ന് സോറി ഒക്കെ പറയുവാൻ. അവളതൊന്നും കേട്ടില്ല എങ്കിൽ നീ വീണ്ടും അവളുടെ അടുത്ത് ചെല്ലണം. പിന്നെയും അവൾ കേട്ടില്ല എങ്കിൽ വീണ്ടും ചെല്ലണം. അങ്ങനെയൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ തന്നെ ഷെൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ നീ ഇപ്പോൾ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ അവൾക്ക് കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാവുകയില്ലേ? പിന്നീട് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിനക്കും അതിന്റെ പേരിൽ കുറ്റബോധമൊക്കെ തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് പോയിട്ട് അവളുടെ അടുത്ത് സോറി ഒക്കെ പറയാന്ന് പറഞ്ഞ് അമ്മയും നിൽക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്ത് ജീവിക്കുന്നവരാണെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അങ്ങനെയിരിക്കെ അമ്മ എന്നെ കൺവിൻസ് ചെയ്യുന്നതിന് പകരം അവളെ പോയി കൺവിൻസ് ചെയ്യുന്നൊക്കെ ആയിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മയും ഷെന്നിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അമ്മയും ഐറിഷ് കോഫിയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. വിസ്കിയും കോഫിയും കൂടി മിക്സ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഇതിലെ വിസ്കി പോലെയാണ് എന്റെ മകൻ, ഇതിലെ കോഫി പോലെയാണ് നീ. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടും കൃത്യമായ രീതിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഐറിഷ് കോഫിയായി മാറുന്നതായിരിക്കും. അത് വളരെ യുണീക്കും ആയിരിക്കും. നിനക്കും അവൻ ഒരു ചാൻസും കൂടി കൊടുത്തൂടെ എന്നൊക്കെ അവളുടെ അടുത്തും അമ്മ ചോദിക്കുന്നു. മാത്രമല്ല അമ്മയും ഇപ്പോൾ ഒരു ബോക്സ് ഒക്കെ അവൾക്ക് നൽകുന്നുണ്ട്. ഇത് അവൻ ഒരുപാട് കാര്യമായിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചതാണ്. അങ്ങനെ ഇരിക്കെ അവൻ അറിയാതെ ഇത് ഞാൻ എടുത്തുകൊണ്ടൊക്കെ പോരുകയായിരുന്നു. ഇതിന്റെ അകത്തുള്ളത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും അതവൾക്ക് കൊടുത്തൊക്കെ വിടുന്നു. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് 10 വർഷത്തോളം നീണ്ടതാണ്. അതങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ നിങ്ങൾ ഒന്നിക്കുവാനായിട്ട് നോക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൾ ഇപ്പോൾ ഓർക്കുകയാണ്. സൂവും കുഞ്ഞും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമായിരുന്നു ഷെൻ തിരിച്ചു വന്നതൊക്കെ അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. നീ ലുവിന്റെ അമ്മേനെ കാണുവാനായിട്ട് പോയതല്ലേ, ഇത് നിനക്ക് അമ്മ തന്നതല്ലേ, നീയും ഇതൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഷെന്നിന്റെ അടുത്ത് സു ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്ന മറുപടിയൊക്കെ ഷെൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന അവളും ഇപ്പോൾ ഷെന്നിനെ കൂടി റൂമിലേക്കൊക്കെ കയറ്റിയതിനു ശേഷം അതൊക്കെ തുറക്കുവാനായിട്ടും പറയുന്നു. അതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതവണയായിട്ട് ഷെന്നിനെ കാണുവാനായിട്ട് ലു വിദേശത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ എല്ലാത്തിന്റെയും ടിക്കറ്റ് ഒക്കെ ലു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നിച്ചുള്ള നിമിഷങ്ങളെ കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ് ഒക്കെ അതിൽ നിന്നും അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.